ഒരു റൈസ് റെസിപ്പി ആയാലോ? പാൻ ചൂടാകുമ്പോൾ ഓയിൽ ഒഴിച്ച് പട്ട, കരയാമ്പൂ, ഏലക്ക, കുരുമുളക് ഇട്ട് പൊട്ടിച്ചെടുക്കുക. അതിലേക്ക് ഒരു സവാള കുനുകുനാന്നരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തക്കാളി പേസ്റ്റും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റുക. വഴണ്ട് വരുമ്പോൾ നമ്മൾ പച്ച, മഞ്ഞ, ചുവപ്പ്, ക്യാപ്സിക്കം കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റുക. അതിലേക്ക് ഒരു ചെറിയ മാഗി ക്യൂബും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. പൊടികളായ മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല, ഗരം മസാല എന്നിവ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ ഉപ്പും കുരുമുളകും കാശ്മീരി ചില്ലി പൗഡറും ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന സോയാബീൻസ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് നല്ലപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക. ഈ റൈസ് ഫില്ല് ചെയ്ത ശേഷം നടുക്ക് 2 പച്ചമുളക് കുത്തിവെച്ച് ആവശ്യത്തിന് നെയ്യ് നല്ലപോലെ തൂകി കുറച്ച് മല്ലിയിലയും കൂടി സ്പ്രെഡ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് സ്റ്റൗവിൽ ചെറുതീയിൽ ഒരു 6-7 മിനിറ്റോളം നമ്മൾ വേവിച്ചെടുക്കുക. അതിനുശേഷം ഓപ്പൺ ചെയ്ത് നല്ലൊരു മിക്സ് കൊടുത്താൽ നമ്മുടെ റൈസ് റെഡി.